നമസ്കാരം, ഞാൻ ദീപ്തി. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലുണാസ്. വിട പറയുന്നു വിതുമ്പലോടെ. ജി കാർത്തികേയന് യാത്രാമൊഴി. രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും സൗമ്യ സാന്നിധ്യവും കുലീനസ്വരവുമായിരുന്ന ജനനേതാവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. രാവിലെ 11 മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനം. 12-ന് ആര്യനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. 3:30-യോടെ തലസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരുന്ന ഭൌതികദേഹം 6-ന് ശാന്തി കവാടത്തിലേക്ക്. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 6:30-ന്. സംസ്ഥാനത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണം. ഓർമ്മയാകുന്നത് അപൂർവമായ ആദർശശുദ്ധിയുടെ ദീപ്തമുദ്ര. GK-യുടെ വിയോഗം ഇന്നലെ രാവിലെ 10:30-യോടെ ബംഗളൂരു HCG ആശുപത്രിയിൽ. വേദനകളുടെ വിരൽ വിടുവിച്ച് കാർത്തികേയൻ യാത്രയായത് ദീർഘനാളത്തെ അർബുദ ചികിത്സയ്ക്ക് ശേഷം. വിവാദങ്ങൾക്ക് മോചനമില്ലാതെ വിഘടനവാദി നേതാവിനെ ജയിൽ മോചിതനാക്കി കാശ്മീരിൽ മുഫ്തി സർക്കാരിന്റെ വിവാദ നടപടി. ബാരാമുള്ള ജയിലിൽ നിന്ന് മസ്രത്ത് അലമിനെ വിട്ടയച്ചത് ഇന്നലെ രാത്രി. മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ തീരുമാനത്തിൽ പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുന്നത് പുതിയ കാര്യമല്ലെന്ന് ന്യായീകരണവുമായി മെഹബൂബ. തീവ്രവാദ നിലപാടുകാരനായ സയ്യിദ് അലി ഷാ ഗിലാനിയുടെ വിശ്വസ്തനായിരുന്ന മസ്രത്ത് അലി 12ഓളം കേസുകളിൽ പ്രതി. മസ്രത്തിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന പ്രതിഫലം 10 ലക്ഷം. കാശ്മീർ സർക്കാരിന്റെ നടപടിയിൽ പ്രധാനമന്ത്രിയും BJP നേതൃത്വവും പ്രതികരിക്കണമെന്ന് കോൺഗ്രസ്. ജമ്മു കാശ്മീരിൽ മുഫ്തിയുടെ ഭരണം BJP സഖ്യത്തോടെ. പ്രതികാരവും പ്രതിരോധവും. CPM-നെ പ്രതിരോധത്തിലാക്കി കതിരൂർ മനോജ് വധക്കേസിൽ CBI-യുടെ കുറ്റപത്രം. RSS നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് CPM നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് കണ്ടെത്തൽ. ഉന്നത ഗൂഢാലോചന നടന്ന സംഭവത്തിൽ തുടരന്വേഷണം ആവശ്യമെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ CBI. 19 പ്രതികളുടെ പങ്കിനെക്കുറിച്ചും കുറ്റപത്രത്തിൽ വിശദാംശങ്ങൾ. RSS നേതാവായ കതിരൂർ മനോജ് കൊല്ലപ്പെട്ടത് 2014 സെപ്റ്റംബർ 1-ന്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് CBI ഏറ്റെടുത്തത് ഒക്ടോബർ 28-ന്. കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വിരോധം. കേസിൽ 200 സാക്ഷികൾ. ഗൂഢാലോചന കൂടി അന്വേഷിച്ച് കുറ്റപത്രത്തിന്റെ അടുത്ത ഭാഗം സമർപ്പിക്കുമെന്നും CBI. ആരോപണങ്ങളുടെ ആവനാഴി. DGP-ക്കെതിരെ പുതിയ ആരോപണവുമായി PC ജോർജ്. ഔദ്യോഗിക വിദേശയാത്രയിൽ KS ബാലസുബ്രഹ്മണ്യം സർക്കാരിനെ കബളിപ്പിച്ച് ഇരട്ട യാത്രാബത്ത കൈപ്പറ്റിയെന്ന് ആക്ഷേപം. ജോർജിന്റെ വെടിപൊട്ടിക്കൽ ആദ്യ ആരോപണത്തിൽ അന്വേഷണം ആവശ്യമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ചീഫ് വിപ്പ് മുഖ്യന് കൈമാറിയത് നിസാം പ്രതിയായ കേസിൽ DGP-യുടെ അവിഹിത ഇടപെടൽ സൂചിപ്പിക്കുന്ന ശബ്ദരേഖ. തെളിവായി നൽകിയ CD-യിൽ ഒന്നുമില്ലെന്ന് ഉമ്മൻചാണ്ടി. KS ബാലസുബ്രഹ്മണ്യത്തെ സർക്കാരിന് പൂർണ്ണ വിശ്വാസമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലുണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.